കേൾക്കാൻ ഒരേപോലെയുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളെ പരിചയപ്പെടാം. കേൾക്കാൻ ഒരേപോലെയാണെങ്കിലും ഇവയുടെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്, സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. ഒരു വാക്കാണ് ഐൽ. AISLE ഐൽ എന്ന് പറഞ്ഞാൽ രണ്ട് നിരകൾക്കിടയിലുള്ള ഇടനാഴി എന്നാണ് അർത്ഥം. നേരെ മറിച്ച് ISLE ഐൽ എന്ന് പറയാം. ദ്വീപിന്, ഐലൻഡിൻ്റെ ചുരുക്കപ്പേരാണ് ഐൽ. ഇതേപോലെ നമുക്ക് ചിരപരിചിതമായ ഒരു വാക്കാണ് ഫ്ലവർ. നമുക്കറിയാലോ, ഫ്ലവർ, പൂവ്, FLOWER. പൊടി എന്നുള്ള അർത്ഥത്തിന് അരിപ്പൊടി, ഗോതമ്പ് പൊടി എന്നൊക്കെയുള്ള അർത്ഥത്തിനും ഫ്ലവർ ഉപയോഗിക്കാറുണ്ട്. അത് FLOUR ആണ്. ചിലർ തെറ്റി ഇതിനെ ഫ്ലോർ എന്ന് വിളിക്കാറുണ്ട്. തെറ്റാണത്. ഇതും ഫ്ലവർ തന്നെയാണ്. റൈസ് ഫ്ലവർ, വീറ്റ് ഫ്ലവർ. ഇനി മറ്റൊരു വാക്കാണ് ക്യാൻവാസ്. ക്യാൻവാസ് എന്നുള്ളത് അവസാനം ഡബിൾ S ഉള്ളതുമുണ്ട്, അവസാനം സിംഗിൾ S ഉള്ളതുമുണ്ട്. ക്യാൻവാസ് സിംഗിൾ S, CANVAS ആണെങ്കിൽ അത് നമുക്കറിയാവുന്ന ക്യാൻവാസ് തുണിയാണ്. നേരെ മറിച്ച് CANVASS ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ പ്രചരണം നടത്തുക, അഭ്യർത്ഥിക്കുക, എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ക്ഷണിക്കുക എന്നൊക്കെയാണ് ആ ക്യാൻവാസിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു വാക്കാണ് ബ്രേക്ക്. രണ്ട് തരം ബ്രേക്കുണ്ട്. ഒന്ന് വാഹനം നിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്ക്, അത് BRAKE ആണ്. എന്നാൽ BREAK ബ്രേക്കുണ്ട്, അത് പൊട്ടിക്കുക, ബ്രേക്ക് ഇൻ ടു പീസസ്, കഷ്ണങ്ങളായി പൊട്ടിക്കുക. ഇതും ഏകദേശം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നൊരു വാക്കാണ്.